ഹൈമാവതി കൃഷി വ്ളോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഇന്നിപ്പോൾ ഞാനെന്താ ഇവിടെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ ഇവിടെ എന്നാന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ബത്താസ് നട്ടിട്ടുണ്ടല്ലോ ഇവിടെ. ആ നട്ടത് ഇനിയിപ്പോൾ അത് തല പടത്തി നമുക്ക് എങ്ങനെ ഇതിനകത്ത് കിഴങ്ങ് കൂടുതലായിട്ട് എടുക്കാൻ പറ്റുന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഞാനിപ്പോൾ പോകുന്നത്. നിങ്ങൾ കണ്ട എൻ്റെ ബത്താസ് കണ്ട നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ തല കണ്ട നിങ്ങൾ പടന്നിട്ടില്ല. തല പടന്നിട്ടുണ്ട്. ഇതാ ഇത് കണ്ട, ഇത് ഇതേപോലെ പടന്നിട്ടേ ഉള്ളു. ഇതുപോലെ ഇതൊന്നും ഇപ്പം വേണ്ട വെച്ചാൽ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇതേപോലെ ഈ വത്താസിൻ്റെ തല ഇങ്ങനെ പടത്തി ഇങ്ങോട്ട് കൊണ്ടുവരണം. അതിനിങ്ങനെ ഒരു ചാല് വീഴുക, ഇങ്ങോട്ടേക്ക് ചാല് കീറി ഇതിങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ മണ്ണുക. കണ്ടാ, ഇപ്പോൾ ഇത്രയും മണ്ണിട്ടില്ലേ. ഇനിയിപ്പോൾ ഇത് വളരുമ്പം ഇതിങ്ങനെ ഇതേപോലെ കുറച്ച് ഇപ്പുറയും മുമ്പിൽ മണ്ണിടുക, ഇങ്ങോട്ടേക്ക് ചാല് കീറുക. ഇതേപോലെ നമ്മൾ തട്ടിയിടുക. അത് ഇവിടെയെല്ലാം കിഴങ്ങുണ്ടാവും, അതിൻ്റെ അകത്ത് മാത്രമല്ല കിഴങ്ങുണ്ടാവുക, ഇപ്പുറത്തും ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിന്നിപ്പം ഇത് കണ്ട ഈ വത്താസ് ഇത് കണ്ട. ആ വേര് പെട്ടെന്ന് വേര് വന്നു. ഇതിപ്പം നമ്മളിങ്ങനെ നട്ട് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ ഇനിയത്തെ 2 ദിവസം കഴിയുമ്പോഴേക്ക് ഇത് വേര് വന്നു, വേര് ചാടും. വേഗം കിഴങ്ങ് ഉണ്ടാവുകയും ചെയ്യും. 3 മാസമേ വേണ്ടു ഈ കിഴങ്ങിന്. 3 മാസത്തിലധികം നമുക്ക് നട്ടുകൂടാ, വെച്ചുകൂടാ. ഇത് കണ്ട, ഇതേപോലെ ഇപ്പം കണ്ടില്ലേ തല ഇതേപോലെ ഇതാ തല കണ്ട. ഇത് കണ്ട വളർന്നിട്ടുണ്ട് ഈ തല ഇപ്പം എന്താ വേണ്ട ചെയ്തിങ്ങനെ ഇത് ഓരോരോ ചാലിങ്ങനെ കീറുക, ചാല് വരുക ഇങ്ങനെ ഇതല്ലേ. ഇതേപോലെ ചാലാക്കുക, ഇതിനകത്തേക്ക് താത്ത് വെക്കുക. എന്താ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കണ്ടില്ലേ ഇതുപോലെ കിഴങ്ങുണ്ടാവും. ഇഷ്ടംപോലെ കിഴങ്ങ് പറിച്ചാൽ തീരൂല, അത്രയ്ക്ക് കിഴങ്ങുണ്ടാവും. ഇനിയിപ്പോൾ എന്താ വേണ്ട വെച്ചാൽ ഇത് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നല്ലോണം നന്നായിട്ടാകുമ്പോൾ കുറച്ച് വളമിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കണം. ആദ്യം ഇട്ട് കൊടുക്കണം. മണ്ണിങ്ങനെ പോരാ, കുറേ കൂടി പൊന്തി വരണം. ഇതിപ്പോൾ ആദ്യം നട്ടു കൊടുക്കുന്നത്, ഇത് വളരാൻ വേണ്ടി നട്ടു കൊടുക്കുന്നേ. ഇതേനും വളം ഇട്ട് കൊടുത്തിട്ട് നമുക്കിങ്ങനെ വേണ്ട ഇതിങ്ങോളം വരുന്നുണ്ട. ഇതേപോലെ വളം ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ നല്ലോണം വളരണം. ഇനിയിപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോഴേക്ക് ഇങ്ങെത്തും. ആ സമയത്ത് നമ്മൾ ആദ്യം ഇതേപോലെ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്നിട്ട് കുറച്ചുകൂടി മണ്ണിട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് ഇത് നട്ടിട്ട് നമുക്ക് കിഴങ്ങ് ഉണ്ടാക്കണം. ഇതിപ്പോൾ ഒറ്റ ഒരു 2-3 മരടുണ്ടായാൽ നമുക്ക് ഒരു വീട്ടിൽ ഇഷ്ടം പോലെ പറിച്ച് കൂട്ടാൻ വെക്കാനുണ്ടാവും. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ കണ്ടില്ല. ഇതേപോലെ തന്നെ ഇങ്ങനെ ഇഷ്ടം പോലെ നമ്മളിങ്ങനെ നട്ടു കൊടുക്കുക. ഇതിപ്പോൾ കണ്ട, ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ സൈഡിലേക്ക് കൂടി ഇങ്ങനെ ചാല് വീഴുക. ആ ചാല് കിഴിച്ചുമ്പോൾ ആ ചാലിൻ്റെ നമ്മൾ മുറിച്ച് നട്ടാൽ ആദ്യം വൈകുമല്ലേ ചെയ്യാ. ഇതിപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ മേലെ തന്നെ കേങ്ങുണ്ടായിക്കൊണ്ട് നിൽക്കും. സാധാരണ നമ്മൾ വളർന്നു കഴിഞ്ഞാൽ മുറിച്ച് നടുക ചെയ്യാം. പക്ഷേ ഇത് മുറിച്ച് നടേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഇങ്ങനെ നമ്മളിങ്ങനെ ആയിക്കോട് പടന്നുകൊണ്ട് ഇനിയിപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഇത് പടന്ന് ഇങ്ങോട്ട് എത്തും. നമുക്ക് ഈ അരി വരെ എത്തിക്കാൻ കഴിയും, ഇങ്ങനെ തല വരെ എത്തിക്കാൻ കഴിയും. ഇതാണ് ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഇത്. ഇപ്പം കണ്ടില്ലേ, ഇതിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇതിപ്പൊടിയുള്ള തലയെല്ലാം ഇതിനുള്ളിൽ മുക്കിയെടുത്തു. ഇനി അപ്പുറത്തെ ഭാഗത്തേത് കുറച്ചുകൂടി വളരണം. വളർന്നിട്ടാകുമ്പോൾ അങ്ങ് അപ്പുറത്തെ ഭാഗത്താക്കും. ഇതിപ്പോൾ വീട്ടിലേതെല്ലാം ഇങ്ങനെ കണ്ടാ. ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടല്ലേ, ഇതിങ്ങനെ ഇവിടെ വെക്കുക. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചാലെന്ന് വെച്ചാൽ കിഴങ്ങ് വേഗം വളരും. ഈ വളവുള്ളത് കൊണ്ട് പെട്ടെന്ന് വളർന്ന് നീളം വെച്ച് വരും. നല്ലോണം വളവിട്ട് കൊടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വളം വെക്കും. ഇനിയിപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് ഇനിയിപ്പോൾ 2 ദിവസം കഴിയുമ്പോഴേക്ക് ഇത് ഇഷ്ടം പോലെ തലയായിട്ട് വരും. ഇങ്ങനെ വെച്ച് വെക്കുക. കണ്ടാ, ഇതേപോലെ കിഴങ്ങ് ആടി ഉണ്ടാവും, കിഴങ്ങ് അപ്പുറത്തും ഉണ്ടാവും കിഴങ്ങ്. ഈ വരിയായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പൊരിച്ചും കൊടുക്കുമ്പോഴേക്ക് നീളത്തിൽ ഇങ്ങനെ നീളത്തോടെ ഒരു വള്ളീൻ്റെ തല എത്ര നീളം വെക്കുന്നത്, ഇത്ര നീളം ഉണ്ടെങ്കിൽ അതിൻ്റെ വരിയായിട്ട് നമുക്ക് കിഴങ്ങ് ഇങ്ങനെ വെച്ച് വരുന്ന നമ്മൾ അങ്ങനെ ഇങ്ങനെ വലിച്ചെടുത്താൽ അടിയിലെത്തത് കൂടാതെ കൊണ്ട് നമുക്കിത് ജാസ്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പണിയെടുക്കുന്നത്. ഒരു സാധാരണ നമ്മൾ നട്ട് കഴിഞ്ഞാൽ 1-2 കിഴങ്ങ് ഒരു കുണ്ടിൽ 3 എണ്ണം നട്ടിട്ട് 3-4 കിഴങ്ങ് അതിലപ്പുറം കിട്ടൂല. ഇതിപ്പോൾ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ആ വേര് ഇത്ര നീളത്തിൽ ആ മണ്ണിൻ്റെ ഉള്ളിലെല്ലാം ആക്കി ആ മണ്ണിൻ്റെ ഉള്ളിലെല്ലാം ഇടയ്ക്കിടെ വേരിങ്ങനെ പുറത്തേക്ക് പോകും. ആ വേരിൻ്റെ ഉള്ളിൽ കിഴങ്ങ് വണ്ണം വെച്ച് നമുക്ക് കിഴങ്ങുണ്ടാവും. അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ പണിയെടുത്ത് വെച്ചിട്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും കാണണം. ഇന്ന് എൻ്റെ ഓരോരാൾ കമൻറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട്
പിന്നെ മുഞ്ഞ രോഗത്തിന് എന്തെന്നാന്ന് അല്ല ഈ മുഞ്ഞ എന്നാ വേണ്ടത് ചോദിക്കുന്നുണ്ട്. മുഞ്ഞ വന്നിട്ട് എന്താ ചെയ്യേണ്ടത്? എൻ്റെ പയറ്റിനുണ്ട് മുഞ്ഞ വന്നിട്ട്. അതിനിപ്പോൾ നാളെ ഞാൻ അത് പിന്നെ ആ മരുന്നുണ്ടാക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് നാളെ കാണിച്ചു തരാം. അത് ഒറ്റയടിക്ക് അടിക്കുമ്പോൾ തന്നെ പോവും. പിന്നെ ഇത് ഈ ജൈവ മരുന്നാകുമ്പോൾ വെച്ചാൽ ഇപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ അതങ്ങ് പോകുന്നല്ലാതെ ഉണ്ട്. പിന്നെ ആദ്യം അതേപോലെ വരും. കുറച്ച് കഴിയുമ്പം ആദ്യം വരും. അങ്ങനെ നമ്മൾ ആദ്യം അടിച്ചു കൊടുക്കണം. അങ്ങനെയാണ് വേണ്ടത്. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ തക്കാളിക്കൊന്നും ഞാനിപ്പോൾ ലേശം ഇനിയിപ്പോൾ രണ്ടാം പണിയെടുക്കാനായി. ഇനിയിപ്പോൾ ഈ തക്കാളിക്ക് മുളകിനെല്ലാം ഈ ചകിരിച്ചോറെല്ലാം അമർന്നു പോയി. ഇനിയിപ്പം പയറിന് ഞാൻ കുറേ വളം ഇട്ട് കൊടുത്തിന്. അടിയിലേക്കൂടി വളം ഇട്ട് കൊടുത്തിട്ടാണ് പയർ ഇനിയിപ്പോൾ പയർ വേഗം ഉഷാറാവും. ആദ്യം തീർത്ത് വിട്ടാൽ ചപ്പലിങ്ങനെ ആയ പോലെ. ഇനി അതേപോലെ ഈ തക്കാളിക്കും ആ മുളകിനെല്ലാം കുറച്ച് ചകിരിച്ചോറും വളവും വാരിയിട്ട് ഇട്ട് കൊടുക്കണം. അത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ചാണകം സ്ലറി കലക്കി കൊടുത്താൽ നമ്മൾ പണ്ടത്തെ പോലെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഞാനിപ്പം പിന്നെ ഇനിയിപ്പം നാളെ ഇപ്പോൾ ആ പയറിൻ്റെ ഇന്ന് മുഞ്ഞ കണ്ടിട്ടുണ്ട് ഞാൻ. ആ മുഞ്ഞ ഒരുപാട് ഇങ്ങനെ വന്ന് ഇതായിരുന്നു അല്ല വണ്ണുള്ള ഇത്. അതിപ്പോൾ നാളെ ആ മരുന്നുണ്ടാക്കിയിട്ട് നമുക്ക് അടിച്ച് കാണിച്ചു തരാം ഞാൻ. ആ മരുന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കണക്കായിട്ടൊക്കെ അടിച്ച് കാണിച്ചു തരാം. നല്ലൊരു മരുന്നുണ്ട് ഞാൻ കണ്ടുവച്ചിട്ട്. ആ മരുന്ന് നാളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ ചെയ്തു നോക്കിക്കോ. അപ്പാടും മാറും. അതുകൊണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കമൻറ്റുകളിൽ ഓരോരാൾ ഓരോന്നോരും ചോദിക്കുന്നുണ്ട്. ഇന്നലത്തെ ആ തൈരിൻ്റെ പ്രയോഗം പിന്നെ കയ്പ്പൊക്കെ മാത്രമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കയ്പ്പൊക്കെ മാത്രമല്ല എല്ലാ കൃഷിക്കും എടുക്കാതെ. പാവക്ക മാത്രമല്ല, പാവക്കൊക്കെ നമ്മളിപ്പോൾ അടിച്ചു കൊടുത്തു. അതിനുള്ളതുകൊണ്ട് അടിച്ചു കൊടുത്തു. അതിപ്പോൾ അടിച്ചു കൊടുത്തതിന് മാത്രം ഇപ്പം തന്നെ കാണാനുണ്ട്. ആ കായെല്ലാം വിരിഞ്ഞ ഒരുപോലെ വിരിയുന്നതാ. ഞാൻ അടിച്ചു കൊടുക്കുമ്പോഴേക്ക് തന്നെ ഒരുപോലെ വിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്ര വരെ കായ് ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ നല്ല മരുന്നാണ്. നല്ലൊരു പ്രയോഗമാണത്. അതുകൊണ്ട് എന്നുമുണ്ട് കുറേ പ്രയോഗങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നേ നമുക്കിങ്ങനെ ഓരോന്നോരോന്നേ കൊണ്ട് കാണിച്ച് ഞാൻ തരും. നിങ്ങളത് ചെയ്ത് നോക്കുക. എന്നിട്ട് ഗുണമുണ്ടോ നോക്കിയിട്ട് എന്നോട് പറയാം. ഇപ്പോൾ നാളെ ഇപ്പോൾ മുഞ്ഞേൻ്റെ മരുന്നടിക്കുക. പിന്നെ ഈ മരുന്ന് നിങ്ങൾക്ക് അതിനെല്ലാം വേണ്ടത് വെച്ചാൽ എല്ലാം അടിക്കുക. പൂക്കൾക്കായാലും ഏനായാലും അടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒന്നും പോയിപ്പോയില്ല. പൂക്കൾക്കും അടിച്ചാൽ പൂവും കായെല്ലാം ഉണ്ടാവും. പൂവ് ഉണ്ടാവുക. അതേപോലെ തന്നെ ഇതും അങ്ങനെ പൂവും കായ് ഉണ്ടാവാനും നമ്മൾ ശക്തിയോടെ വരുന്ന നല്ലൊരു വളപ്രയോഗമാണ് ഇന്നലെ ഞാൻ അടിച്ചത്. ഇപ്പം ഓരോന്നോരോന്നും ഇങ്ങനെ ഓരോന്നേ ഉണ്ട്. ഇനിയിപ്പോൾ ഒഴിച്ചു കൊടുക്കേണ്ട വരുന്നുണ്ട്. അതെല്ലാം ഞാൻ ആക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. എല്ലാവരും എന്നെ ഇവിടെ എത്തിച്ചതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നമസ്കാരം. എന്നാൽ ഈ സ്ഥിതിയിൽ എത്തിച്ച നിങ്ങളോട് ഞാൻ എന്ത് പറഞ്ഞാലാന്ന് എനിക്ക് തീരുവാന്ന് എനിക്കറിയില്ല. എന്താ എൻ്റെ ഹൃദയത്തിലേറ്റിട്ടുള്ളത് എനിക്കറിയില്ല. എന്തെന്നാണ് ഞാൻ ഹൃദയത്തിന് പറയേണ്ടത്? എൻ്റെ ഹൃദയത്തിൽ പൊട്ടി സന്തോഷം മുളക്കുമായിരുന്നു. ഹൃദയം അടിച്ചു പോകുന്ന സന്തോഷം എനിക്ക് വരുന്നുണ്ട്. പക്ഷേ നിങ്ങളെല്ലാവരും എന്നെ ഇങ്ങനെ ആക്കി തന്നതുകൊണ്ട് എനിക്ക് എൻ്റെ കഴിവല്ല ഇത്, നിങ്ങളെ കഴിവാണ് ഞാൻ ഇവിടെ എത്തിയത്. നിങ്ങളില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാനാവില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി എന്നെ ഇവിടെ എത്തിച്ചതിന് വളരെ ഉപകാരമുണ്ട്, വളരെ നന്ദിയുണ്ട്. ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളെ ഇതുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. എന്ത് എനിക്ക് തന്നിട്ടുണ്ടെങ്കിലും എന്ത് ഉപകാരം കിട്ടിയാലും നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ എനിക്ക് തരുന്നതാണ്. നിങ്ങൾക്കുള്ളതാണ് എനിക്ക് ഞാൻ പണിയെടുക്കുന്നത് മാത്രമേ. നിങ്ങളില്ലെങ്കിൽ എനിക്ക് പണിയെടുത്താലും കിട്ടൂല. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന ഈ സ്നേഹത്തിനും ഇതിനും വേണം നന്ദി. എന്താണെന്ന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കലും ഞാൻ നിങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. നന്ദി, നമസ്കാരം. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമുക്ക്.